ഇന്നലേക്ക് ഇഡലിക്ക് മാവ് വെച്ച് ഉണ്ടാക്കാൻ പോവുക. ആദ്യം ആ ഇഡലിയുടെ അത് എടുത്ത് ഇനി ഇത് വെക്കാം. നമ്മൾക്ക് അടച്ചേക്കാം. അടുത്തത് ഇത് വേവുന്ന നേരം നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പച്ചക്കറി പഠിച്ചോണ്ട് തരാം. വറക്കാം, തക്കാളിക്ക് വറക്കാം. മല്ലിയെല്ലാം വറക്കാം. പറിച്ച് അടുത്ത കായ്ക്ക് വറക്കാം. പച്ചക്കറി ഇനി അരിയാം. ആദ്യം നമ്മൾക്ക് തക്കാളിക്ക് എടുക്കാം. പച്ചക്കറി എല്ലാം കഴിക്കണ്ട തന്നെ. തക്കാളിക്ക് അറ്റം കട്ട് ചെയ്യും. അടുത്ത് കോവയ്ക്ക.
അതോ നമ്മൾക്ക് ഉണ്ടാക്കാം. ഇഡലി ആയി കഴിഞ്ഞവൾക്ക് കിടന്ന് ഇത് കാണും. ഇഡലിയായി. അടുത്ത ഇഡലിക്ക് വേണ്ടി നമുക്ക് മാവാടി. ഈ ഇഡലി നമ്മൾ ഗ്യാസിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് അടിക്കാം. ഇനി നമ്മൾക്ക് നമ്മുടെ സാമ്പാർ എടുത്തു വെക്കാം. എന്നിട്ടിടാം. പരിപ്പ് കഴുകി കൊടുക്കാം. നമുക്ക് അത് വെള്ളമൊക്കെ കളയാം. ഇനി നമ്മൾക്ക് ഈ പരിപ്പ് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമ്മൾക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കിടക്കാം. കുറച്ച് ഇളക്കി കൊടുക്കാം. ഇത് മഞ്ഞൾ പൊടി, ഇന്നത്തെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടുണ്ടാക്കിയാണ് ഇത് ഇടാൻ പോണേ. നമുക്കിത് കഴിക്കാം. ഇനി നമുക്ക് തന്നെ വെക്കാം. പോയി നമുക്കിനി കടുക് വേണക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം. കടുക് പാത്രം എടുത്തു. കടുക് പൊട്ടി. ഇനി നമ്മൾ കൈലമല പിച്ചി പിച്ചി ഇടാം. കൈലപ്പല ഇട്ടു. അങ്ങനെ നമ്മൾക്ക് കുറച്ചുകൂടി ഇളക്കി കൊടുക്കാം. നമ്മൾക്കിത് സാമ്പാറിൻ്റെ തൊട്ട് ഇടാം. ഇച്ചിരി മല്ലിയിലയും കൂടി നമ്മൾക്ക് ഇട്ട് കഴിക്കാം.
നമ്മൾക്ക് സാമ്പാർ റെഡി. അടുത്ത നമ്മൾക്ക് വേറെ പാലായിട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ ഇഡലിയും സാമ്പാറും റെഡി ഇവിടെ.